ഹലോ മക്കളെ, ഓണപരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുനിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രണ്ട് പ്രോപ്പർട്ടി. ഇത് ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും? ഇലക്ട്രിക് ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ചാർജ് എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്, അല്ലെ? അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ആണ് ഒന്നാമത്തത്. അഡിറ്റിവിറ്റി ഓക്കെ, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. മൂന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് പറയാൻ വേണ്ടി പറ്റും. സോ ചാർജിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു വെക്കണം, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമതായിട്ട് വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ചാർജ്? കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് അടക്കം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചാർജിന്റെ SI യൂണിറ്റ് എന്ന്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കൂളുംബ് ആണ്. ഓക്കെ, കൂളുംബ് നമുക്കറിയാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കൂളുംബ് ആണ്. സോ SI യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കൂളുംബ് ആണ്. Then ചാർജ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാ? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. Then what is the smallest possible independent charge? ലോകത്തെ ഏറ്റവും ചെറിയ ചാർജ്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്മോളസ്റ്റ് ചാർജ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 1.6 into 10⁻⁻19 കൂളുംബ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് ഇവര് സെയിം ആണ്. എത്രയാ വാല്യൂ വരാ? 1.6 into 10⁻⁻19 കൂളുംബ് ആണ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അടുത്ത ചോദ്യം, when a body is negatively charged its mass slightly. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺ എന്ന് പറയുന്നത് മാസ് ഉള്ള ഒരാളാണ്, അല്ലെ? ഈ മാസ് ഉള്ള ഒരാള്, ഇലക്ട്രോൺ എന്ന് പറയുന്ന ആള് ഒരു ബോഡിയിലേക്ക് എൻ്റർ ആയാൽ, ഒരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ആയാൽ ആ ബോഡിയുടെ മാസ് ഇൻക്രീസ് ചെയ്യും. സോ when a body is negatively charged ആവുന്നത് എപ്പോഴാ? ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ആവുമ്പോഴാണ് ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം ഒരു ബോഡിയിൽ കൂടുമ്പോൾ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആകും, വിച്ച് മീൻസ് ആ ബോഡിയുടെ മാസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസസ്. Then അടുത്തത്, when a body is positively charged. ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയാൽ എന്താ സംഭവിക്കുക? എപ്പോഴാ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ ആ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. ഇലക്ട്രോൺ പോയാൽ ബോഡിയുടെ മാസ് കുറയുകയാണ് ചെയ്യുക, അല്ലെ? ഇലക്ട്രോൺ മാസ് ഉള്ള ആളാ. ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവണമെങ്കിൽ ഇലക്ട്രോൺ ബോഡിയിൽ നിന്ന് പോകണം. അങ്ങനെയെങ്കിൽ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ പോയാൽ ബോഡിയുടെ മാസ് കുറയും. സോ നമുക്ക് പറയാം സ്ലൈറ്റ്ലി ഡിക്രീസസ്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? നമ്മൾ പഠിച്ചു Phi is equal to E.A എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് Phi കിട്ടുന്നത്. ഓഫ് കോഴ്സ് നമുക്കറിയാം അതെന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ദ വാല്യൂ ഓഫ് കൂളും കോൺസ്റ്റന്റ്, നമുക്കറിയാം കൂളും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് 1/4πε0 ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 9 into 10⁻⁹ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന വാല്യൂ. then അടുത്തത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താ? കൂളുംബ് മീറ്റർ ആണ്. കൂളുംബ് മീറ്റർ. ഓക്കെ, കൂളുംബ് മീറ്റർ. അപ്പൊ കൂളുംബ് മീറ്റർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 1 മാർക്ക് വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ആദ്യം ചെയ്തത്. അത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്താണ്. കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ബാക്കി ചാപ്റ്ററിന്റെ, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിന്റെ വീഡിയോ ആണോ വേണ്ടത്, 1 മാർക്കിന്റെ വീഡിയോ വേണ്ടത്, ആ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ബൈ.